نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹസമ്പന്നരായ സമാധാരണീയരായ സത്യവിശ്വാസികളെ സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ശരിയായ ക്രമീകരണത്തോടുകൂടി ജീവിതം മുന്നോട്ട് നയിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ആദ്യമേ ഓർമ്മിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്രകാരം സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ. നാം എല്ലാവരും മുസ്ലിങ്ങളാണ്. അള്ളാഹുവിലും അന്തിമ പ്രവാചകനിലും അന്ത്യനാളിലും ശരിയാം വിധം വിശ്വസിക്കുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുവദിച്ചു നൽകിയിട്ടുള്ള ഈ ലോക ജീവിതത്തിൽ സുഖവും സമാധാനവും സംതൃപ്തിയും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരും അതിനുവേണ്ടി അധ്വാനിക്കുന്നവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരുമാണ്. അതോടൊപ്പം തന്നെ ശാശ്വതമായ മരണത്തിനപ്പുറമുള്ള ജീവിതത്തിലും നമുക്ക് സമ്പൂർണമായ സുഖവും സൗഖ്യവും സമാധാനവും ഉണ്ടാകണമെന്ന് അഭിലഷിക്കുകയും ആത്മാർത്ഥമായി അതിനുവേണ്ടി അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നവരുമാണ്. ഭൗതികമായ ജീവിതത്തിൽ ഒരിക്കലും പ്രയാസമുണ്ടാകണമെന്ന്, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകണമെന്ന്, ദുരിതങ്ങൾ ഉണ്ടാകണമെന്ന് നാം ആഗ്രഹിക്കാത്ത പോലെ തന്നെ മരണത്തിനപ്പുറമുള്ള ജീവിതത്തിലും നമുക്ക് ബുദ്ധിമുട്ടും പ്രയാസവും നൊമ്പരവും വൈഷമ്യങ്ങളും ദുരിതങ്ങളും ഇല്ലാതിരിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി അധ്വാനിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നവരാണ് നാം ഓരോരുത്തരും. സത്യവിശ്വാസികൾ എന്ന നിലക്ക്
നാം നമുക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ഈ നന്മകൾ അവ എന്തെല്ലാം ഉണ്ടോ അവയെല്ലാം സത്യവിശ്വാസിയായ നമ്മുടെ സഹോദരന് വേണ്ടിയും സഹോദരിക്ക് വേണ്ടിയും നാം ആഗ്രഹിക്കണം. ഭൗതികമായ ജീവിതത്തിൽ യശസ്സുണ്ടാകണം എന്ന് നാം നമുക്ക് വേണ്ടി ആഗ്രഹിക്കുന്നത് പോലെ വിശ്വാസിയായ നമ്മുടെ സഹോദരനും ഉണ്ടാകണമെന്ന് നാം ആഗ്രഹിക്കണം. മരണത്തിനപ്പുറമുള്ള ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും സ്വർഗം കിട്ടണം എന്ന് നാം അഭിലഷിക്കുന്നത് പോലെ വിശ്വാസിയായ നമ്മുടെ സഹോദരനും സ്വർഗം കിട്ടണം എന്ന് ആത്മാർത്ഥമായി നാം ആഗ്രഹിക്കണം. ഈ ലോക ജീവിതത്തിൽ നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാകരുത്, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകരുത്, വൈഷമ്യങ്ങൾ ഉണ്ടാകരുത്, ദുരിതങ്ങൾ ഉണ്ടാകരുത്, ദുഃഖങ്ങൾ ഉണ്ടാകരുത് എന്ന് നാം ആഗ്രഹിക്കുന്നത് പോലെ, നമുക്ക് വേണ്ടി നാം ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ സഹോദരന് വേണ്ടിയും നാം ആഗ്രഹിക്കണം. മരണത്തിനപ്പുറമുള്ള ജീവിതത്തിൽ നമുക്ക് യാതൊരു തരത്തിലുള്ള വിഷമവും പ്രയാസവും ബുദ്ധിമുട്ടും ഉണ്ടാകരുത് എന്ന് എത്രമാത്രം നാം ആഗ്രഹിക്കുന്നുണ്ടോ അതേ പ്രകാരം വിശ്വാസിയായ നമ്മുടെ സഹോദരനും പ്രയാസങ്ങളൊന്നും ഉണ്ടാകരുത് എന്ന് നാം ആത്മാർത്ഥമായി അഭിലഷിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികൾക്ക് സജ്ജമാക്കി വെച്ചിട്ടുള്ള സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടണമെന്നും നരകത്തിൽ നിന്ന് സമ്പൂർണമായും നാം അകറ്റപ്പെടണമെന്നും എത്രമാത്രം നാം അഭിലഷിക്കുകയും ആഗ്രഹിക്കുകയും അതിനുവേണ്ടി അധ്വാനിക്കുകയും അല്ലാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ടോ അതേ പ്രകാരം വിശ്വാസിനിയായ സഹോദരനും സഹോദരിക്കും സ്വർഗം കിട്ടണം, അവർ നരകത്തിൽ പ്രവേശിക്കാൻ പാടില്ല എന്ന ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം നമുക്കുണ്ടാകണം. അതാണ് പ്രവാചകൻ പറഞ്ഞത്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാൻ നമുക്ക് സാധിക്കും. പ്രവാചകൻ പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലിഅഖീഹി മാ യുഹിബ്ബു ലിനഫ്സിഹി. നിങ്ങളിൽ ഒരാൾക്കും സത്യവിശ്വാസിയാകാൻ സാധിക്കുകയില്ല. എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെ സത്യം. നിങ്ങളിൽ ഒരാൾക്കും സത്യവിശ്വാസിയാകുവാൻ സാധിക്കുകയില്ല. തനിക്ക് ഇഷ്ടപ്പെടുന്നത് തന്റെ സഹോദരനും ഇഷ്ടപ്പെടുന്നത് വരെ. നാം സ്വന്തത്തിന് വേണ്ടി എന്തെല്ലാം നന്മകൾ ആഗ്രഹിക്കുന്നുണ്ടോ അത് നമ്മുടെ സഹോദരന് വേണ്ടിയും ഇഷ്ടപ്പെടുന്നത് വരെ നാം സത്യവിശ്വാസിയാവുകയില്ല. നാം നമുക്ക് വേണ്ടി സ്വർഗം ലഭിക്കണമെന്ന് എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ടോ അതേ പ്രകാരം നമ്മുടെ വിശ്വാസിയായ സഹോദരനും സ്വർഗം ലഭിക്കണമെന്ന് നാം ആഗ്രഹിക്കുമ്പോഴാണ് നമ്മുടെ വിശ്വാസം അതിന്റെ പൂർണ്ണതയിലെത്തുന്നത്. നാം നമുക്ക് ദുഃഖങ്ങൾ ഉണ്ടാകരുത്, ദുരിതങ്ങൾ ഉണ്ടാകരുത് എന്ന് എത്രമാത്രം അഭിലഷിക്കുന്നുണ്ടോ മരണത്തിനപ്പുറമുള്ള ശാശ്വതമായ ജീവിതത്തിൽ നരകത്തിൽ പ്രവേശിക്കപ്പെടരുതെന്ന് നാം എത്രമാത്രം കൊതിക്കുന്നുണ്ടോ അതേ പ്രകാരം വിശ്വാസിയായ നമ്മുടെ സഹോദരനും സഹോദരിയും നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടാൻ പാടില്ല എന്ന വിചാരം നമുക്കുണ്ടാകണം. അതുകൊണ്ട് തന്നെ നാം നന്മകൾ പ്രവർത്തിക്കുന്നത് പോലെ നമ്മുടെ സഹോദരനും സഹോദരിയും നന്മകൾ പ്രവർത്തിക്കണം എന്ന് നാം ആഗ്രഹിക്കണം. നന്മകളിലേക്ക് നാം അവരെ വഴി തെളിക്കണം. അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം, പരലോകത്തിലുള്ള ദൃഢബോധ്യം, അല്ലാഹുവിന്റെ പ്രവാചകനെ സംബന്ധിച്ച് ശരിയാം വിധം മനസ്സിലാക്കി പിന്തുടരുക. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു അടിമ ഉടമക്ക് സമർപ്പിക്കേണ്ട ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠ കർമ്മമായിട്ടുള്ള നമസ്കാരം, സക്കാത്ത്, ഹജ്ജ്, ദാനധർമ്മങ്ങൾ, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സൽപ്രവർത്തനങ്ങൾ തുടങ്ങി എന്തെല്ലാം നന്മകളുണ്ടോ ആ നന്മകളെല്ലാം പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി നാം നമ്മുടെ സഹോദരനെ ഗുണദോഷിക്കണം, ഉപദേശിക്കണം. ആ കർമ്മങ്ങൾ അനിവാര്യമായും അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളിൽ വീഴ്ച സംഭവിക്കുകയാണെങ്കിൽ ഉണ്ടാകാനിരിക്കുന്ന അപകടങ്ങളെ സംബന്ധിച്ച് ബോധ്യപ്പെടുത്തണം. അല്ലാഹുവിലുള്ള വിശ്വാസത്തിൽ വിഘ്നം സംഭവിച്ചാൽ, തൗഹീദിൽ തകരാറ് സംഭവിച്ചാൽ, ശിർക്കിന്റെ മേഖലകളിലേക്ക് അടുത്തുപോയാൽ
അല്ലാഹു സുബ്ഹാനഹു വ തആല കർശനമായി നിരോധിച്ചിട്ടുള്ള മദ്യത്തിന്റെ, മയക്കുമരുന്നിന്റെ, വ്യഭിചാരത്തിന്റെ, സ്വവർഗരതിയുടെ, പലിശയുടെ, ചൂതാട്ടത്തിന്റെ, അക്രമത്തിന്റെ, അധർമ്മത്തിന്റെ, അനീതിയുടെ, അധാർമിക പ്രവർത്തനങ്ങളുടെ മേഖലകളിലേക്കെല്ലാം സഞ്ചരിച്ചു പോയാൽ എന്താണ് സംഭവിക്കുക എന്നതിനെ സംബന്ധിച്ചുള്ള മുന്നറിയിപ്പ് നമ്മുടെ സഹോദരനും സഹോദരിക്കും നാം നൽകിയിരിക്കണം. നാം നമുക്ക് വേണ്ടി എന്തെല്ലാം ആഗ്രഹിക്കുന്നുണ്ടോ അതൊക്കെ നമ്മുടെ സഹോദരന് വേണ്ടി ആഗ്രഹിക്കണം. നാം എന്തെല്ലാം നന്മകൾ പ്രവർത്തിക്കുന്നുണ്ടോ ആ നന്മകളെല്ലാം നമ്മുടെ സഹോദരനും സഹോദരിയും പ്രവർത്തിക്കണം എന്ന് നാം അഭിലഷിക്കണം. നാം ഏതെല്ലാം തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നുണ്ടോ ആ തിന്മകളിൽ നിന്നെല്ലാം നമ്മുടെ സഹോദരനും സഹോദരിയും വിട്ടുനിൽക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും അതിനു വേണ്ടി അവരെ മാർഗദർശനം ചെയ്യുകയും ചെയ്യണം. മനസ്സിൽ അല്പം പോലും കളങ്കമില്ലാതെ നേർവഴിയിലൂടെ നന്മയിലേക്ക് നാം അവരെ തെളിച്ചുകൊണ്ടിരിക്കണം. അതിനാണ് യഥാർത്ഥത്തിൽ നസീഹത്ത് എന്ന് പറയുന്നത്, ഗുണകാംക്ഷ എന്ന് പറയുന്നത്. മനസ്സിൽ യാതൊരു കളങ്കവുമില്ലാതെ തന്റെ സഹോദരനും സഹോദരിയും ആത്മാർത്ഥമായി നന്മയിൽ നിലകൊള്ളുന്നതിന് വേണ്ടി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി സ്വോദ്ദേശം സതുദ്ദേശം പ്രവർത്തിക്കുകയും അവർ ഈ നന്മയിൽ നിലകൊള്ളുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും അനുകൂലമായ സമീപനങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നതിനാണ് യഥാർത്ഥത്തിൽ ഗുണകാംക്ഷ എന്ന് പറയുന്നത്. ആ ഗുണകാംക്ഷയുള്ളവരാകണം നമ്മൾ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ജരീർ ഇബ്നു അബ്ദുല്ല റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാൻ നമുക്ക് സാധിക്കും, ബയഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഇഖാമിസ് സ്വലാ വ ഇതാഇ സക്കാ വൻ നുസ്ഹി ലികുല്ലി മുസ്ലിം. ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനോട് ബൈഅത്ത് ചെയ്തു, ഉടമ്പടി ചെയ്തു, നമസ്കാരം മുറപ്രകാരം കൃത്യമായി അനുഷ്ഠിക്കാമെന്ന്, സക്കാത്ത് കൊടുക്കേണ്ട പ്രകാരം കൊടുത്തു വിട്ടാമെന്ന്, മുസ്ലിം എല്ലാ മുസ്ലിമിനും ഗുണകാംക്ഷയുള്ളവനാകാമെന്നും അല്ലാഹുവിന്റെ പ്രവാചകനോട് ഞാൻ ബൈഅത്ത് ചെയ്തു. ഒരു വിശ്വാസി അവന്റെ ജീവിതത്തിൽ സദാ ആത്മാർത്ഥമായി നന്മകൾ ഉൾക്കൊള്ളുകയും ആ നന്മകൾ ഉൾക്കൊള്ളുന്നതിന് വേണ്ടി സമൂഹത്തെ സതുപദേശിക്കുകയും ചെയ്യണം. തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ആ തിന്മകളിലേക്ക് തന്റെ സഹോദരനും സഹോദരിയും അടുക്കാതിരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കരുതലുകൾ സ്വീകരിക്കണം. ഉത്ബോധനം നൽകിക്കൊണ്ടേയിരിക്കണം. പ്രവാചകന്മാരെല്ലാം അങ്ങനെയായിരുന്നു. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം വിശദീകരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് അൽ അഅറാഫ് 62-ാമത്തെ വചനത്തിൽ പറയുന്നു, തീർച്ചയായും ഉബല്ലിഗുകും റിസാലാത്തി റബ്ബി വഅൻസഹു ലക്കും വഅഅലമു മിനല്ലാഹി മാ ലാ തഅലമൂൻ. ബഹുദൈവ വിശ്വാസത്തിന്റെ കെടുതികളിലൂടെ മുന്നോട്ട് നീങ്ങിയിരുന്ന സമൂഹത്തോട് ആ പ്രവാചകൻ തന്റെ മനസ്സ് പ്രബോധിത സമൂഹത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് പറയുന്നു, ഞാനിതാ ദൈവികമായ വെളിപ്പാടിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളോട് സംവദിച്ചു, നിങ്ങളോട് സംസാരിച്ചു. ഞാൻ നിങ്ങൾക്ക് സതുപദേശം നൽകി. നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ അല്ലാഹുവിൽ നിന്ന് അറിയാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. എനിക്ക് അല്ലാഹുവിൽ നിന്ന് ദൈവികമായ സന്ദേശം ലഭിച്ചിട്ടുണ്ട്. ആ വെളിപാടിന്റെ വെളിച്ചത്തിൽ ഞാൻ നിങ്ങൾക്ക് ഗുണകാംക്ഷയുള്ളവനാണ്. അല്ലാഹുവിന്റെ സന്ദേശം ഞാൻ നിങ്ങൾക്ക് സ്നേഹത്തോടുകൂടി എത്തിച്ചു തരികയാണ് ചെയ്തിട്ടുള്ളത്, ചെയ്തു തന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യ സമൂഹ ഗോത്രങ്ങളിലേക്ക് വന്നിട്ടുള്ള പ്രവാചകന്മാരെ പറ്റിയും അല്ലാഹു അപ്രകാരം തന്നെയാണ് വിശദീകരിച്ചിട്ടുള്ളത്. ലോകം കണ്ട ഏറ്റവും വലിയ വാസ്തുശില്പ വിദ്യയുടെ ഉദാഹരണമായിരുന്ന, വമ്പൻ തൂണുകൾ നിർമ്മിച്ച് കൊട്ടാരങ്ങൾ പണിതിട്ടുണ്ടായിരുന്ന ആദ്യ ഗോത്രത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്ന പ്രവാചകൻ
ഹൂദ് അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹവും തന്റെ സമൂഹത്തോട് പറഞ്ഞു, തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ റിസാലാത്തിനെ എത്തിച്ചു തന്നിരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വിശ്വസ്തനായ സതുപദേശിയാകുന്നു, ഗുണകാംക്ഷിയാകുന്നു. സമൂദ് ഗോത്രത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്ന പ്രവാചകൻ സ്വാലിഹ് അലൈഹിസ്സലാത്തു വസ്സലാം ധിക്കാരത്തിന്റെ കൊടുമുടിയിൽ എത്തിയിട്ടുണ്ടായിരുന്ന സമൂഹം, കരിമ്പാറകൾ തുരന്ന് വീടുകൾ നിർമ്മിച്ച ഉരുക്കുമുഷ്ടിയുടെ ഉടമകളായിരുന്ന ആളുകൾ ധിക്കാരത്തിന്റെ കൊടുമുടിയിൽ കയറിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഘോരമായ ശബ്ദം കൊണ്ട് അവരെ പരീക്ഷിച്ചു, അവരെ നശിപ്പിച്ചു കളഞ്ഞു. ആ നശിപ്പിക്കപ്പെട്ട സമൂഹത്തെ നോക്കിക്കൊണ്ട് പ്രവാചകൻ പറയുന്നുണ്ട്, തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് ലഖദ് അബ്ലഗ്തുകും റിസാലത റബ്ബി വനസഹതു ലക്കും വലാകിൻ ലാ തുഹിബ്ബൂന നാസിഹീൻ. ഞാൻ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റിസാലത്തിനെ, സന്ദേശത്തെ എത്തിച്ചു തന്നു. ഞാൻ നിങ്ങളോട് ഗുണകാംക്ഷയുള്ളവനായിരുന്നു, പക്ഷേ വലാകിൻ ലാ തുഹിബ്ബൂന നാസിഹീൻ, ഗുണദോഷിക്കുന്ന ആളുകളെ നിങ്ങൾ ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾക്ക് സതുപദേശം നൽകിയ ആളുകളെ നിങ്ങൾ ഇഷ്ടപ്പെട്ടില്ല. ആ സതുപദേശം ചെവിക്കൊള്ളാതിരുന്നതിന്റെ പേരിലാണ് ഈ മഹാദുരന്തത്തിന് നിങ്ങൾ വിധേയമായിട്ടുള്ളത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ മഹാദുരന്തത്തിന് വിധേയമാകാതിരിക്കുവാൻ നാം ഗുണകാംക്ഷയുള്ളവരാകണം. ആരെങ്കിലും നമ്മോട് ഗുണദോഷിച്ചിട്ടുണ്ടെങ്കിൽ ആ ഗുണദോഷത്തിന്റെ അടിസ്ഥാനത്തിൽ നന്മയിൽ അധിഷ്ഠിതമായിട്ടുള്ള സമീപനം നാം സ്വീകരിക്കണം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ ഖൈറ ഫീ ഖൗമിൻ ലൈസൂ ബിനാസിഹിൻ വലാ ഖൗമ ഫീ ഖൈരിൻ ലാ യുഹിബ്ബൂന നാസിഹിൻ. തീർച്ചയായും നസീഹത്ത് ഇല്ലാത്ത ഒരു സമൂഹത്തിൽ ഗുണമില്ല, നന്മയില്ല. സതുപദേശം ചെയ്യാത്ത, നന്മകൾ ആത്മാർത്ഥമായി കൽപ്പിക്കാത്ത, സമൂഹത്തെ ഗുണദോഷിക്കാത്ത ഒരു സമൂഹത്തിൽ തീർച്ചയായും നന്മയുണ്ടാവുകയില്ല. അതേ പ്രകാരം തന്നെ സതുപദേശം നൽകുന്ന ആളുകളെ ഇഷ്ടപ്പെടാതിരുന്നാൽ, ആത്മാർത്ഥമായി ഗുണദോഷിക്കുന്ന ആളുകളെ ഇഷ്ടപ്പെടാതിരുന്നാൽ ആ സമൂഹത്തിലും യാതൊരു തരത്തിലുള്ള നന്മയും ഉണ്ടാവുകയില്ല എന്നും മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. ഗുണദോഷിക്കുക എന്നുള്ളത്, സതുപദേശം നൽകുക എന്നുള്ളത്, ഗുണകാംക്ഷയിൽ അധിഷ്ഠിതമായിട്ടുള്ള സമീപനം സ്വീകരിക്കുക എന്നുള്ളത് മതം വിശ്വാസികളോട് കർശനമായി നിർദ്ദേശിക്കുന്ന കാര്യമാണ്. മതത്തിന്റെ അകക്കമ്പാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അദ്ദീനു അൻ-നസീഹ, മതം എന്ന് പറയുന്നത് ഗുണകാംക്ഷയാണ്. അപ്പോൾ സഹാബികൾ ചോദിച്ചു, ലിമൻ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ ആരോടാണ് ഗുണദോഷിക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലില്ലാഹി വലികിതാബിഹി വലിറസൂലിഹി വലിഅഇമ്മത്തിൽ മുസ്ലിമീന വഅമ്മതിഹിം. അല്ലാഹുവിനോട് നസീഹത്ത് ഉണ്ടാകണം, അല്ലാഹുവിന്റെ ഗ്രന്ഥത്തോട് നസീഹത്ത് ഉണ്ടാകണം, അല്ലാഹുവിന്റെ പ്രവാചകനോട് നസീഹത്ത് ഉണ്ടാകണം, മുസ്ലിങ്ങളിലുള്ള നേതൃത്വത്തോടും സാധാരണക്കാരോടും നസീഹത്ത് ഉണ്ടാകണം. അതാണ് ദീൻ, അതാണ് മതം എന്ന് പറയുന്നത്. അള്ളാഹുവിനോടുള്ള നസീഹത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അറിയേണ്ട പ്രകാരം അറിയുകയും മനസ്സിലാക്കേണ്ട പ്രകാരം മനസ്സിലാക്കുകയും അള്ളാഹുവിന് സമർപ്പിക്കേണ്ട ആരാധനകൾ മുറപ്രകാരം സമർപ്പിക്കുകയും അത് മറ്റൊരാൾക്കും സമർപ്പിക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അള്ളാഹുവിനോടുള്ള നസീഹത്ത് എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ വേദഗ്രന്ഥത്തോടുള്ള നസീഹത്ത് എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല കാരുണ്യപൂർവ്വം അവന്റെ പ്രവാചകനിലൂടെ നമുക്ക് എത്തിച്ചു തന്നിട്ടുള്ള ആ ഗ്രന്ഥം ശരിയാം വിധം പഠിക്കുകയും മനസ്സിലാക്കുകയും പാരായണം ചെയ്യുകയും ആ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ശരിയാം വിധം ക്രമീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ പ്രവാചകനോടുള്ള നസീഹത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രവാചകനെ ആരെ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടുക, ലോകത്തുള്ള ഏതൊരു വ്യക്തിയേക്കാൾ, ശക്തിയേക്കാൾ, വസ്തുവേക്കാൾ, വസ്തുതകളെക്കാൾ അള്ളാഹുവിന്റെ പ്രവാചകനെ ആത്മാർത്ഥമായി സ്നേഹിക്കുക,
അള്ളാഹുവിന്റെ പ്രവാചകൻ എന്തെല്ലാം കാര്യങ്ങളാണോ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുള്ളത്, ആ കാര്യങ്ങൾ പരിപൂർണമായി ഉൾക്കൊള്ളുക. അള്ളാഹുവിന്റെ പ്രവാചകൻ ഏതെല്ലാം മേഖലകളിൽ നിന്നാണോ വിട്ടുനിൽക്കാൻ വേണ്ടി നമ്മോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്, ആ മേഖലകളിൽ നിന്നെല്ലാം പരിപൂർണമായും വിട്ടുനിൽക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രവാചകനോടുള്ള നസീഹത്ത് എന്ന് പറയുന്നത്. മുസ്ലിങ്ങളിലുള്ള നേതൃത്വത്തോടുള്ള നസീഹത്ത് എന്ന് പറയുന്നത് നന്മയിൽ അധിഷ്ഠിതമായ സമീപനം സ്വീകരിക്കുന്നതിന് വേണ്ടി ഗുണദോഷിക്കുക. ഏതെങ്കിലും തരത്തിലുള്ള അരുതായ്മകൾ നേതൃത്വത്തിന്റെ ഭാഗത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും പരമരഹസ്യമായി നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി നേർവഴിക്ക് അവർ നയിക്കുന്നതിന് വേണ്ടി, മുന്നോട്ട് നീങ്ങുന്നതിന് വേണ്ടി ഗുണദോഷിക്കുക. മുസ്ലിങ്ങളിൽപ്പെട്ട സാധാരണക്കാരോടുള്ള ഗുണകാംക്ഷ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പ്രവാചകരിൽ നിന്ന് നാം മനസ്സിലാക്കിയിട്ടുള്ള സ്വർഗത്തിലേക്കുള്ള പാതയിലേക്ക് ശരിയാവിധം അവരെ വഴി തെളിയിക്കുക. എന്തെല്ലാം നന്മകളാണോ ഉൾക്കൊള്ളാൻ വേണ്ടി അള്ളാഹുവിന്റെ പ്രവാചകൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്, അവ ഉൾക്കൊള്ളുന്നതിന് വേണ്ടി സ്വയം ഉൾക്കൊണ്ടുകൊണ്ട് ഗുണകാംക്ഷയോടുകൂടി സമൂഹത്തെ ബോധവൽക്കരിക്കുക. അള്ളാഹുവിന്റെ പ്രവാചകൻ വിലക്കിയിട്ടുള്ള തിന്മകൾ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും തന്റെ സഹോദരനും സഹോദരിയിലും അള്ളാഹു സുബ്ഹാനഹു വ തആലയും അവന്റെ പ്രവാചകനും നിഷിദ്ധമായി കൽപ്പിച്ചിട്ടുള്ള ഒരു കാര്യവും ഇല്ല എന്നും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി നിലകൊള്ളുകയും ചെയ്യുക. ഈ ഒരു സമീപനം സ്വീകരിച്ചാൽ മാത്രമേ ഇസ്ലാമിക സമൂഹത്തിൽ അള്ളാഹുവും അവന്റെ പ്രവാചകനും ആഗ്രഹിച്ച രൂപത്തിലുള്ള ഗുണനിലവാരം ഉണ്ടാക്കി തീർക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. സ്വർഗത്തിൽ എത്തിച്ചേരാൻ നമുക്ക് കഴിയുകയുള്ളൂ. നരകത്തിൽ നിന്ന് വിട്ടുനിൽക്കാനും നമുക്ക് സാധ്യമാവുകയുള്ളൂ. തീർച്ചയായും ആ ഗുണകാംക്ഷയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സമീപനം സ്വീകരിക്കുവാൻ എനിക്കും നിങ്ങൾക്കും നമ്മുടെ ജീവിതത്തിൽ സാധ്യമാകുന്നുണ്ടോ എന്ന ആത്മാർത്ഥമായ ആത്മവിശകലനം നാം ഓരോരുത്തരും നടത്തേണ്ടതാണ്. എവിടെയെങ്കിലും പാളിച്ചകളും പോരായ്മകളും സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് തിരുത്തുന്നതിന് വേണ്ടി നാം സന്നദ്ധമാവുകയും ചെയ്യേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്രകാരം പ്രവർത്തിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ സൗഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ وعلى آله وصحبه أجمعين أما بعد فيا أيها الإخوة والأخوات أوصيكم ثانيا بالتقوى الله. സത്യവിശ്വാസി ഗുണകാംക്ഷയുള്ളവരാകണമെന്നാണ് നാം പറഞ്ഞു വന്നത്. ഗുണകാംക്ഷയുള്ള സമീപനം സ്വീകരിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോകുമ്പോൾ നാം ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ലഭ്യമാകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് അനുഗുണമായിട്ടുള്ള സമീപനങ്ങളും സ്വീകരിക്കാൻ നാം ബാധ്യസ്ഥമാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത്, അൽ മുഅ്മിനു മിർആത്തുൽ മുഅ്മിൻ വൽ മുഅ്മിനു അഖുൽ മുഅ്മിൻ. ഒരു സത്യവിശ്വാസി മറ്റൊരു വിശ്വാസിയുടെ ദർപ്പണമാണ്, കണ്ണാടിയാണ്. ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയുടെ സഹോദരനാണ്. അവന്റെ സ്വത്തിനെ, അവന്റെ സമ്പത്തിനെ അവൻ സംരക്ഷിക്കുന്നു. അവന്റെ അഭാവത്തിനും അവൻ ആവശ്യമായിട്ടുള്ള സംരക്ഷണം ഒരുക്കുകയും ചെയ്യുന്നു. ഇവിടെ ഒരു വിശ്വാസി അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു കണ്ണാടിയോടാണ് ഉപമിച്ചിട്ടുള്ളത്. കണ്ണാടിയുടെ പ്രത്യേകത നമുക്കറിയാം. നാം കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്നാൽ നമ്മുടെ മുഖശ്രീ കണ്ണാടിയിൽ പ്രതിബിംബിക്കും. നമ്മുടെ മുഖത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കരടുണ്ടെങ്കിൽ, ഒരു ന്യൂനതയുണ്ടെങ്കിൽ അത് നമുക്ക് കൃത്യമായി വ്യക്തമാക്കാൻ തരും. കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ആ കരട് കാണാൻ നമുക്ക് സാധിക്കുകയില്ല. അതേ പ്രകാരം ഒരു സത്യവിശ്വാസി മറ്റൊരു സത്യവിശ്വാസിയെ അഭിമുഖീകരിക്കുമ്പോൾ
ആ സത്യവിശ്വാസിയിലുള്ള നന്മകൾ കാണുവാനും ആ നന്മകൾ പ്രേരിപ്പിക്കുവാനും മറ്റുള്ളവന് സാധിക്കണം. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ന്യൂനത വിശ്വാസിയായ സഹോദരനുണ്ടെങ്കിൽ ആ ഉള്ളത് മാത്രം പറയണം, ഇല്ലാത്തതൊരിക്കലും പറയാൻ പാടില്ല. കണ്ണാടിയിൽ നമ്മുടെ മുഖത്തുള്ള പാടുകൾ മാത്രം വ്യക്തമാക്കി തീരുന്നത് പോലെ നമ്മുടെ സഹോദരനിൽ അനിഷ്ടകരമായ അരോചകമായ ഏതെങ്കിലും ഒരു കാര്യം നാം ദർശിക്കുന്നുണ്ടെങ്കിൽ ആ കരട് നീങ്ങിക്കിട്ടുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി നാം ആഗ്രഹിക്കുകയും അവരോടത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം. ആ സഹോദരന്റെ അഭാവം ഉണ്ടായി കഴിഞ്ഞാൽ സഹോദരന്റെ അഭാവത്തിൽ അവന്റെ ന്യൂനത പറയുവാൻ പാടില്ല. കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് മാറിയാൽ നമ്മുടെ ന്യൂനത പ്രകടമാകാത്തതുപോലെ, നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതുപോലെ, നമ്മുടെ സഹോദരന്റെ മുന്നിൽ നിന്നും മാറിക്കഴിഞ്ഞാൽ അവന്റെ അഭാവത്തിൽ അവന്റെ ന്യൂനത പറയുവാൻ പാടുള്ളതല്ല എന്ന് മാത്രമല്ല, പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാൻ നമുക്ക് സാധിക്കും. ഗുണദോഷിക്കുന്ന ആളുകളെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പരസ്യമായി ഗുണദോഷിക്കപ്പെടുന്ന ആളുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്ന രൂപത്തിൽ പറയുവാൻ പാടില്ല. മറിച്ച് അവന്റെ വ്യക്തിത്വത്തെ പരിപൂർണമായും സംരക്ഷിച്ചുകൊണ്ട് മാത്രമായിരിക്കണം ഗുണദോഷിക്കേണ്ടത്. നാം പറയുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കുവാൻ അയാൾക്ക് മനസ്സുകൊണ്ട് സാധിക്കണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തിന്റെ അധ്യാപനങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ആ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം യുവാവായിരിക്കെ അദ്ദേഹത്തിന്റെ സ്വഭാവം ഉണ്ടായിരുന്നു. അദ്ദേഹം പള്ളിയിൽ വന്നുകൊണ്ട് കടന്നുറങ്ങും. പള്ളിയിലങ്ങുറങ്ങും. ഖിയാമുൽ ലൈലിന് പലപ്പോഴും അദ്ദേഹം ആദ്യഘട്ടത്തിൽ എഴുന്നേൽക്കാറുണ്ടായിരുന്നില്ല. പ്രഭാതമായി കഴിഞ്ഞാൽ സുബഹി നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളിലേക്ക് ഇരിക്കും. അതിന് സഹാബികളോട് ഇന്നലെ രാത്രി ഏതെങ്കിലും തരത്തിലുള്ള സ്വപ്നങ്ങൾ കണ്ടിരുന്നു എന്ന് അന്വേഷിക്കും. ഇത് കണ്ടപ്പോ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനും ഒരു സ്വപ്നം കണ്ടിരുന്നെങ്കിൽ പ്രവാചകനോട് അതിനെ സംബന്ധിച്ച് കഥിച്ചു കൊടുക്കാമായിരുന്നല്ലോ എന്ന ആഗ്രഹമുണ്ടായി. അങ്ങനെ ഒരിക്കൽ അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹം നരകത്തിന്റെ മുമ്പിൽ നിൽക്കുന്നു, രണ്ട് വ്യക്തികളോടൊപ്പം, അതല്ലെങ്കിൽ രണ്ട് മലക്കുകളോടൊപ്പം. ആ മലക്കുകൾ എന്നിട്ട് അദ്ദേഹത്തോട് പറയാണ്, ഇനി പേടിക്കേണ്ട, നീ അതിലേക്ക് പോകേണ്ടി വരില്ല. ഇതാണ് അദ്ദേഹം കണ്ടത്. ഈ കാഴ്ച അദ്ദേഹം തന്റെ സഹോദരി ഹഫ്സയോട് പറഞ്ഞു. ഇത് കേട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിഅമർ റജുൽ അബ്ദുല്ലാഹ് ലൗ കാന യഖൂമു മിനൽ ലൈൽ. അബ്ദുള്ള എത്ര നല്ല മനുഷ്യനാണ്, അവൻ രാത്രിയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമസ്കരിക്കുക കൂടി ചെയ്തിരുന്നെങ്കിൽ. ഇത് കേട്ട ആ സ്വഹാബി കേട്ടത് മുതൽ പിന്നീട് ഒരിക്കലും ഖിയാമുൽ ലൈൽ ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. രാത്രിയിൽ വളരെ കുറച്ചു മാത്രമേ ഉറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. നമുക്കറിയാവുന്ന ചരിത്രമാണ്. ഒരിക്കൽ ഒരു ആറാബി വന്നുകൊണ്ട് പള്ളികളിൽ മൂലയിൽ അങ്ങ് മൂത്രമൊഴിച്ചു. സഹാബികൾ ക്ഷുഭിതരാകാൻ വേണ്ടി നോക്കി, ദേഷ്യം പിടിക്കാൻ അരുത്, അയാൾ മൂത്രമൊഴിക്കട്ടെ, ആ മൂത്രമൊഴിക്കുന്നതിനെ നിങ്ങൾ തടസ്സപ്പെടുത്താൻ പാടില്ല, സ്റ്റക്കായി പോകാൻ പാടില്ല. മൂത്രമൊഴിച്ചു കഴിഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കണ്ടു സഹാബിമാരോട് പറഞ്ഞു, നിങ്ങൾ ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്നു, എന്നിട്ട് ആ വെള്ളം കൊണ്ട് നിങ്ങൾ അദ്ദേഹം എവിടെയാണോ മൂത്രം ഒഴിച്ചിട്ട് അവിടെ പോയിട്ട് നിങ്ങളത് വൃത്തിയാക്കി. ശേഷം അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നിലേക്ക് ചേർത്ത് വെച്ചു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഇതൊരു പള്ളിയാണെന്നറിയില്ലേ, പള്ളിയിൽ മാലിന്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല, പള്ളിയിൽ മൂത്രമൊഴിക്കുവാൻ പാടില്ല, കരട് പോലും പള്ളിയിൽ പാടില്ല, ഇതൊന്നും മനസ്സിലാക്കിയിട്ടില്ലേ? ഇത് കേട്ടപ്പോൾ അങ്ങേറ്റം അദ്ദേഹത്തിന്റെ മനസ്സ് വേദനിക്കുകയും പ്രവാചകനോട് അങ്ങേറ്റത്തെ വാത്സല്യം ഉണ്ടാവുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹം പറയുന്നത് നിഷ്കളങ്കതയോടുകൂടി അദ്ദേഹം പറയുന്ന ഒരു റിപ്പോർട്ട് കാണാൻ നമുക്ക് സാധിക്കും. അദ്ദേഹം പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുഗ്രഹിക്കട്ടെ, എന്നെയും അനുഗ്രഹിക്കട്ടെ, പ്രവാചകനോട് കാരുണ്യം കാണിക്കട്ടെ, എന്നോടും കാരുണ്യം കാണിക്കട്ടെ, ഞങ്ങളുടെ കൂടെ മറ്റൊരാളോടും കാരുണ്യം കാണിക്കാതിരിക്കുകയും ചെയ്യട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞു.
അഥവാ അത്രയും അദ്ദേഹത്തിന് പ്രവാചകനോടുള്ള ഇഷ്ടമുണ്ടായി എന്നർത്ഥം. പ്രവാചകന്റെ ആ സംവദിക്കൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ സ്വാധീനിച്ചു. ഒരിക്കലും ഒരു സാഹചര്യം വന്നുകൊണ്ട് നബി സല്ലല്ലാഹു ഒരു യുവാവ് വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകരെ, എനിക്ക് വ്യഭിചരിക്കാൻ അങ്ങ് അനുവാദം തന്നാൽ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കളുടെ മാതാവിന് വേണ്ടി താങ്കൾ അത് തൃപ്തിപ്പെടുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല, എന്റെ മാതാവിനെ ആരെങ്കിലും വ്യഭിചരിക്കാൻ ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. ഇത് കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജനങ്ങളിൽ ഒരാളും അപ്രകാരം ഇഷ്ടപ്പെടുന്നില്ല. തുടർന്ന് അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കളുടെ മകളെ ആരെങ്കിലും വ്യഭിചരിക്കുന്നത് ഇഷ്ടപ്പെടുന്നുണ്ടോ? താങ്കളുടെ സഹോദരി ആരെങ്കിലും വ്യഭിചരിക്കുന്നത് ഇഷ്ടപ്പെടുന്നുണ്ടോ? താങ്കളുടെ അമ്മായിയെ, താങ്കളുടെ ഇളയമയെ ആരെങ്കിലും വ്യഭിചരിക്കുന്നത് ഇഷ്ടപ്പെടുന്നുണ്ടോ? ഓരോന്ന് പറഞ്ഞിട്ടും അദ്ദേഹം പറഞ്ഞു, ഇല്ല 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 ഇല്ല. ഇത് കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്രകാരം തന്നെയാണ് എല്ലാ ജനങ്ങളും. ഒരാളും തന്റെ മകളെ മറ്റൊരാൾ വിഭജിക്കുന്നതും, തന്റെ സഹോദരിയെ മറ്റൊരാൾ വിഭജിക്കുന്നതും, തന്റെ അമ്മായിയെ മറ്റൊരാൾ വിഭജിക്കുന്നത്, തന്റെ ഇളയമയെ മുത്തമ്മയെ മറ്റൊരാൾ വിഭജിക്കുന്നതും ഇഷ്ടപ്പെടുന്നില്ല. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ഒന്നുകൂടി തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ നെഞ്ചിലൊന്ന് തടകി. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, ഈ സഹോദരന്റെ മുഴുവൻ പാപങ്ങളും നീ പുറത്തു കൊടുക്കണമേ. അദ്ദേഹത്തിന്റെ ഹൃദയത്തെ നീ സംശുദ്ധീകരിക്കണമേ. അദ്ദേഹത്തിന്റെ ലൈംഗികാവയവത്തിന് പരിപൂർണമായ സുരക്ഷിതത്വവും നീ പ്രദാനം ചെയ്യണമേ. എന്നിട്ട് ആ സഹാബി പറയുന്നത് കാണാൻ നമുക്ക് സാധിക്കും, ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകന്റെ സബലത്തിലേക്ക് അടുത്തു വന്നപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്നത് വ്യഭിചാരമായിരുന്നു. എന്നാൽ പ്രവാചകന്റെ ഈ ഉത്ബോധനം കേട്ടപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പുണ്ടായി തീർന്നത് വ്യഭിചാരമായി മാറി എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ അധ്യാപനം ഉൾക്കൊണ്ടിട്ടുണ്ടായിരുന്ന യുവാവ് രേഖപ്പെടുത്തിയത് കാണാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ ഗുണദോഷിക്കുമ്പോൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് അഭിമാനത്തിന് ക്ഷതമേൽക്കാതെ ആത്മാർത്ഥമായി നാം വിചാരിക്കുന്ന കാര്യങ്ങൾ പൂവടിയണം എന്ന് അഭിലഷിച്ചുകൊണ്ട് മാത്രമായിരിക്കണം നാം ഗുണദോഷിക്കുന്നതും. അതാണ് യഥാർത്ഥത്തിലുള്ള നസീഹത്ത് എന്ന് പറയുന്നത് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനത്തിൽ നിന്നും മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. നാം ഓരോരുത്തരും അപ്രകാരം സമൂഹത്തോട് ഗുണകാംക്ഷ വെച്ച് പുലർത്തുന്നവരായി മാറുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്രകാരത്തിലുള്ള നല്ല ഗുണങ്ങൾ ഉൾക്കൊള്ളുന്ന യഥാർത്ഥ വിശ്വാസികൾ ഉൾപ്പെടുത്തുന്ന എല്ലാവരെയും